ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലിപ്സ്റ്റിക് ഹോളാണ്. എൻ്റെ കൈവശമുള്ള എല്ലാ ലിപ്സ്റ്റിക്സും ഈ ഒരു ബോക്സിലുണ്ട്. കുറേ ഞാൻ എക്സ്പയറി കഴിഞ്ഞതുകൊണ്ട് കളഞ്ഞു. അപ്പം ഇന്ന് ഇതിനകത്തുള്ള ലിപ്സ്റ്റിക് ബ്രാൻഡ്സും അഫോർഡബിളായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക്സും പിന്നെ ഒത്തിരി റേറ്റ് ഇല്ലാത്ത അങ്ങനത്തെ ഒക്കെ ലിപ്സ്റ്റിക്സാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് മെബലിൻ ലിപ്സ്റ്റിക്സ് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെബലിൻ 245 സീക്കർ ലിപ് കളർ. ഇത് അടിപൊളി ഷെയ്ഡാണ്. ഇത് ഞാൻ ഒരു വട്ടം ഒരു ടെമ്പിൾ ലുക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചു ഇത് ഏതാ ഷെയ്ഡ് എന്നുള്ളത്. ഇത് ആക്ച്വലി വളരെ നല്ല ഷെയ്ഡാണ്. ഈ ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. ദിസ് ഈസ് ഓൾസോ അറൗണ്ട് എനിക്ക് തോന്നുന്നു 700 ആ ഒരു റേഞ്ച് വരും. പക്ഷേ ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ ആയി. ബട്ട് ഇറ്റ്സ് എ ലൈഫ് സേവർ കാരണം ഇതിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് 115 ഫൗണ്ടർ എന്ന് പറയുന്നത്. ഇതൊരു ഡാർക്ക് പിങ്ക് ഒരു ഷെയ്ഡാണ്. ഇതുണ്ടോ, ഈ ഒരു ഷെയ്ഡാണ്. ഇതും നല്ലതാണ്. പിന്നെ വരുന്നത് ആ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് 135. ഐ തിങ്ക് ദിസ് ഈസ് എ റൈറ്റ് വേ ടു പ്രൊനൗൺസ് ഗ്ലോബറ്റ് റോട്ടർ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡ്. ഇതൊരു ബ്രിക്ക് ആ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ദിസ് ഈസ് ഓൾസോ വെരി നൈസ്. ഭയങ്കര അടിപൊളി ഷെയ്ഡാണ്. ഇത് നമ്മൾ ആദ്യം എടുത്ത ഷെയ്ഡിൻ്റെ കുറച്ചുകൂടെ ഒരു ഡാർക്ക് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡ് വരും. ദിസ് തേർഡ് വൺ ഇതും അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് മെബലിൻ ഷെയ്ഡ്സ്. പിന്നെ വരുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇത് മെബലിൻ്റെ തന്നെ. ആക്ച്വലി ഞാനൊരു വലിയ ഫാനാണ് മെബലിൻ ബിക്കോസ് ദ പ്രോഡക്ട്സ് ആർ സൂപ്പർ. ഇത് ഒരു ക്രയോൺ ലിപ്സ്റ്റിക്സ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 899 മോർ റസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് ക്രയോൺ ആണ്. ഇത് ഞാൻ 2-3 ഉപയോഗിക്കാറ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. ഇതുണ്ടോ, മറ്റേതിൻ്റെ ഏകദേശം ഒരു ഇത് ദിസ് വൺ, പക്ഷെ ഒരു ക്രയോൺ ഫിനിഷ് വരുന്നത്. ഇത് നല്ലൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് ഇസ് നൈക്കയുടെ ജാഗർ ബോംബ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ നൈക്കയുടെ സ്റ്റോറിൽ നിന്നും ലുലുവിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് ഇത്രയായി നോക്ക്. ഇതും ഒരു അടിപൊളി ഷെയ്ഡാണ്. ലുക്ക് ദിസ് വൺ. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര റെഡ് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ഇപ്പം എനിക്ക് കൂടുതലും ഈ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ആണ് ഇഷ്ടം. ഇതാകുമ്പോൾ നമ്മൾ എല്ലാ സ്കിന്നിൻ്റെ കൂടെ ചേർന്നും പോവും. നമ്മുടെ ഫേസ് കുറച്ച് ബ്രൈറ്റപ്പ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു നെക്സ്റ്റ് വൺ. ഇത് ഞാൻ റീസെൻ്റ്ലി നൈക്കയിൽ സെയിൽ വന്ന സമയത്ത് പർച്ചേസ് ചെയ്തതാണ്. നൈക്കയുടെ ചായ്. ഇത് വൺ ഓഫ് ദ ട്രെൻഡിങ് ഷെയ്ഡ്സ് ആയിരുന്നു. ഞാൻ കോളേജിലൊക്കെ പഠിച്ചു വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ ഇന്നലെ ഒരു ഷൂട്ടിന് ഇട്ടപ്പോഴത്തേക്കിനും മീൻസ് ജസ്റ്റ് ഒരു ഡ്രസ്സിൻ്റെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു ഇത് ഏതാ ഷെയ്ഡ് എന്നുള്ളത്. ഇത് അടിപൊളി ഷെയ്ഡാണ്. അതിൽ ഷോ യു. ഇത് പക്കാ ന്യൂഡ് ഷെയ്ഡാണ്. നമുക്ക് ഈ രണ്ടാമത്തെ ഒരു ബ്രൗൺ ഒരു ചോക്ലേറ്റ് കൈൻഡ് ഓഫ് ഷെയ്ഡ്. ഇത് എവ്രി വൺ ബക്കറ്റ് ലിസ്റ്റ് ഈ ഒരു സാധനം വേണം. ചായ് എന്നാണ് ഷെയ്ഡ് നമ്പർ വന്നിട്ട് 18. അതും ഒരു 800 ആ ഒരു റേഞ്ചാണ്. പിന്നെ വരുന്നത് 19 കാശി. ആ സെയിം നൈക്കയുടെ തന്നെ വേറൊരു ഷെയ്ഡാണ്. ദിസ് ഈസ് ആക്ച്വലി ഒരു പിങ്ക്. നമുക്കൊരു ന്യൂഡ് മേക്കപ്പ് ഒക്കെ വേണമെങ്കിൽ ഇത് വിൽ ബി ബെറ്റർ. ഒരു പിങ്ക് ടോൺ വരുന്നൊരു ഷെയ്ഡാണ് ഇത്. പക്ഷേ എല്ലാ സ്കിൻ ടോണിനും ചേരണം എന്നില്ല. ദേ ഈ ഒരു ഷെയ്ഡാണിത്. അടുത്ത ലിപ്സ്റ്റിക് ഇസ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ മുമ്പേ ഞാൻ ട്രൈ ചെയ്തില്ല. അത് തന്നെയാണ് ഞാൻ അതിൻ്റെ 2-3 സ്റ്റോക്ക് ഇങ്ങനെ വാങ്ങിച്ച് വെച്ചേക്കുവാണ്. ബിക്കോസ് ഇത് ചില ടൈമിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ട് മാർസിൻ്റെ. ഇതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. മാർസ് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ കാണാം. ആ സമയത്ത് ഞാൻ വാങ്ങിയിട്ടാണ്. ഗേൾ പവർ 10 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ്. അതാണ് ഞാൻ ഇപ്പോൾ ആക്ച്വലി ഇട്ടേക്കുന്നത്. ഇത് കുറച്ച് ഡ്രൈയിങ് ആണ്. ബട്ട് നമ്മൾ നന്നായിട്ട് ലിപ്പൊന്ന് ലിപ് ബാം ഒക്കെ ഇട്ടാൽ സെറ്റാവും. ഒക്കെ ഇതും അടിപൊളിയാണ്. ഇതൊക്കെ അഫോർഡബിൾ ആണ് ആക്ച്വലി. ഇതിന് എനിക്കൊന്ന് 400 ബിലോ എന്തോ ഉള്ളൂ. യു വിൽ ബി ഗെറ്റിങ് എ
ഷാർപ്നർ അലോങ് വിത്ത് ദിസ്. ഇതിൻ്റെ കൂടെ ഒരു ഷാർപ്നർ ഉണ്ട്, മാർസിൻ്റെ തന്നെ. അതേണ്ടത് അല്ല, ഇത് നൈക്കയുടെ. അതെ, ഇത് ഫുൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. സോ അടുത്ത ലിപ്സ്റ്റിക് വന്നിട്ട് റെവ്ലോണിൻ്റെ അൾട്രാ HD മാറ്റ് ലിപ് കളർ. പക്ഷേ ഈ ഒരു ഇതവർ നിർത്തിയെന്ന് തോന്നി. ഇത് കുറേ വർഷം മുമ്പ് ഞാൻ രാജഗിരി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാങ്ങിച്ചത്. ഭയങ്കര പിങ്ക് കളറാണ്, നമുക്ക് നല്ല അടിപൊളി ഷെയ്ഡാണ്. പക്ഷേ ഇതിപ്പോൾ അവൈലബിൾ അല്ല, ഇതെൻ്റെ തീർന്നു പോയി. ഇത് അവൈലബിൾ അല്ല ഗൈസ്. പക്ഷെ ഇത് അടിപൊളി ഒരു ഷെയ്ഡ്. ഇതുണ്ടോ, ഈ ഒരു ലൈറ്റ് പിങ്ക് ടോൺ വരുന്നൊരു അടിപൊളി ഷെയ്ഡാണ്. ഇനി അടുത്ത ഷെയ്ഡെന്ന് പറഞ്ഞിട്ട് ഇതും അടിപൊളി ഒരു ഷെയ്ഡാണ്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഇതെല്ലാ ഗേൾസിൻ്റെയും ഫേവറേറ്റ് തന്നെ ആയിരിക്കും. നൈക്കയുടെ ജെയ്ഡ് റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണിത്. ഇത് ഷെയ്ഡ് നമ്പർ ഒന്നും എനിക്കറിയില്ല, ഷെയ്ഡ് നമ്പർ ഇതിലില്ല. ജെയ്ഡ് റോസ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. നോക്ക്, ദിസ് ഈസ് ദ ഷെയ്ഡ്. ഇത് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇതിനും 800 സംതിങ് ആണ്. ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് എ ഷാർപ്നർ അലോങ് വിത്ത് ദിസ്. ഇതൊക്കെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്ന കുറച്ച് ഷെയ്ഡ്സ് ആണ്. പിന്നെ വരുന്നത് നൈക്കയുടെ മഹാറാണി ഷെയ്ഡ് നമ്പർ 02. ദിസ് ഈസ് ഓൾസോ വെരി ഗുഡ്. നമ്മൾ ഈ കുറച്ച് റിച്ച് ലുക്കൊക്കെ, നമ്മൾ ഈ പാർട്ടി വെയർ അങ്ങനത്തെ ഒക്കെ ഇടുമ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു ഡാർക്ക് പിങ്ക് ഒരു ടോണാണ് ഈ ഒരു ഷെയ്ഡ്. ഇനി അടുത്ത ലിപ്സ്റ്റിക്കാണ് എന്നാ പറയുന്നത്, ഷോ സ്റ്റോപ്പർ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ദ മോസ്റ്റ് എക്സ്പെൻസീവ് മാക് ലിപ്സ്റ്റിക്. ഇത് 2 എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. ആക്ച്വലി ഇത് രണ്ടും സെയിം ഷെയ്ഡാണ്. റൂബി വൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. അടിപൊളി ഷെയ്ഡാണ്. ഇത് ഒരിക്കലും ഡിമാൻഡ് ഔട്ട് ആവാത്ത ഒരു ഷെയ്ഡാണ്. ദിസ് ഈസ് ദ ഷെയ്ഡ്. ഇതും അടിപൊളിയാണ്. ഞാനിതെല്ലാം സ്റ്റോക്കിങ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് പ്രോഡക്റ്റാണ്. എൻ്റെ ഒരു മാക്കിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, പക്ഷെ ഇത് കാണാതെ പോയി. പിന്നെ ഇത് നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ലാക്മയാണ്. ലാക്മയുടെ 204 കോക്കോവ കാർണേഷൻ. ഐ തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് പ്രൊനൗൺസിയേഷൻ. ഇത് ആക്ച്വലി ഞാൻ എന്ത് ചെയ്ത് കണ്ടോ, ഇതിൻ്റെ ഒരു പ്രിൻ്റ് കണ്ടിട്ട് വാങ്ങിയതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഒരു റോസിൻ്റെ ഒക്കെ ഇത്. പക്ഷെ നമ്മൾ ഇടുന്ന അനുസരിച്ച് അത് ഫെയ്ഡാവും. ഇതും അടിപൊളി ഒരു ഷെയ്ഡാണ്. ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. ഒരു ബ്രൗൺ ന്യൂഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് ഈ രണ്ടാമത്തെ. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് ഇസ് വെറ്റ് ആൻഡ് വൈൽഡ്. ഇത് ഷെയ്ഡ് നമ്പർ 925B ഗിവ് മീ മോക്ക എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇത് എനിക്ക് അവൈലബിൾ ആണോ എന്നറിയില്ല, ഇത് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും അടിപൊളിയാണ് ഈ ഷെയ്ഡ്. നല്ല ക്രയോൺ ടൈപ്പ് ഓഫ് ഷെയ്ഡാണ് ദിസ് വൺ. അതെ, ഇത് തന്നെ. എനിക്കിതിനകത്ത് കണ്ടിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ്. ഇതാണ് ഷെയ്ഡ്. ഇതും ആക്ച്വലി നൈസ് ഷെയ്ഡാണ്. പിന്നെ മെബലിൻ്റെ തന്നെ മറ്റേ ലിക്വിഡ് മാറ്റ് പോലെ തന്നെ വരുന്നതാണ് ലിക്വിഡ് ലിപ്സ്റ്റിക്. ബട്ട് അത്രയും എക്സ്പെൻസീവ് അല്ല. ഇതിന് ഏതാണ്ട് 300-400 റേഞ്ചേ ഉള്ളൂ. ഞാൻ താഴോട്ട് വരച്ചാണ് ഈ ഒരു ലിപ്സ്റ്റിക്. പക്ഷേ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ബിക്കോസ് ഇതിടുമ്പോൾ ഞാൻ ഭയങ്കര പെയിലായിട്ടിരിക്കും. NU01 എന്നാണ്. ബെയർ ഇറ്റ് ഓൾ. ഇതാണ് ഷെയ്ഡ്. നമുക്ക് കാണാമല്ലോ, ഇതാണ് ഷെയ്ഡ്. ഇതും ആക്ച്വലി നല്ലതാണ്. ഇതൊക്കെ ആക്ച്വലി നമ്മുടെ ഡെയിലി യൂസിന് നമുക്ക് പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതല്ല ഞാൻ ഇപ്പോൾ ഇട്ടേ. ഡെയിലി യൂസിന് ഇടാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്സ് ആണ്. പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് ഇസ് മെയ്ഡ് ഈസിയുടെ ലിപ്സ്റ്റിക്കും അടിപൊളിയാണ്. മെയ്ഡ് ഈസി. ഇത് ഈ രണ്ടാമത്തെ. ദ നെക്സ്റ്റ് ലിപ്സ്റ്റിക് ഇസ് മാർസിൻ്റെ തന്നെ 01 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ലീഡിങ് ലേഡി. ഇത് ഭയങ്കര വൈറലായ ടൈമിൽ ഞാൻ വാങ്ങിയതാണ്. പക്ഷെ ഒന്നും പറയാനായിട്ടില്ല, അത്രയ്ക്ക് അടിപൊളി ഷെയ്ഡാണ്. നമ്മളിത് വാങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ ഇത് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്തപ്പോഴത്തേക്കിനും സ്റ്റോക്ക് ഔട്ടായി. അപ്പം ലീഡിങ് ലേഡി ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഇതും കിട്ടില്ല ഷെയ്ഡാണ്. എല്ലാവരുടെയും കയ്യിലുള്ള മീൻസ് കാണേണ്ട ഒരു ഷെയ്ഡാണ് ലീഡിങ് ലേഡി. പിന്നെ മെബലിൻ്റെ ഒരു നോർമൽ ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. അത് തീർന്നു നമുക്ക്. അതും ആക്ച്വലി നല്ലൊരു ഷെയ്ഡായിരുന്നു. നമ്മൾ ചുണ്ടിലിടുമ്പോഴത്തേക്കിന് ഈ ഒരു കളർ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഡാർക്ക് ഒരു റെഡ് കളറിൽ വരുന്നതാണ് ലിപ്സ്റ്റിക്. പിന്നെ ഫൈനലി സെയിം 2 ലിപ്സ്റ്റിക്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല.
ഇത് മേപ്പലിൻ്റെ 799 മോർ ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഭയങ്കര ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ദിസ് വൺ കാണാമോ? ഇതാണ് ഷെയ്ഡ്. അപ്പോൾ അത് എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് ഞാനത് വാങ്ങി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതേപോലെ ഞാൻ ദുബായി ചെന്ന ടൈമിൽ എവിടെ പുറത്ത് പോയപ്പോഴത്തേക്കിനും എൻ്റെ ലിപ്സ്റ്റിക് ഇല്ലായിരുന്നു. അപ്പം എനിക്ക് ഇത്രയും ലിപ്സ്റ്റിക്സ് കിട്ടിയാലും ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറുമ്പം അവിടെ ലിപ്സ്റ്റിക്സ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പോയി ഗ്രാബ് ചെയ്യുന്നത് ആ ലിപ്സ്റ്റിക് ആയിരിക്കും. ബിക്കോസ് എനിക്ക് ഭ്രാന്താണ് ആക്ച്വലി ലിപ്സ്റ്റിക്കിനോട്. അപ്പം ആ സമയത്ത് ഇതുപോലെ ലിപ്സ്റ്റിക് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ കയറി, ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി. അവിടെ മെഡിക്കൽ ഷോപ്പിലാണ് പൊതുവേ ലിപ്സ്റ്റിക്സ് ഉള്ളത്. അപ്പം ഞാൻ വാങ്ങിയതാണ് ലാബെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള. പക്ഷേ ഇത് ലിപ്സ്റ്റിക് അല്ല. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഇത് ലിപ്സ്റ്റിക് അല്ല ആക്ച്വലി, ഇതൊരു നമ്മുടെ ലിപ്പിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ടിൻ്റാണ്. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു. കാരണം പിഗ്മെൻറ്റേഷൻസ് ഒക്കെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ടെന്ന് റിവ്യൂ ഞാൻ കണ്ടു. ഞാനത് യൂസ് ചെയ്തിട്ട് പറയാം. ഈ ഒരു ഷെയ്ഡാണ്. പക്ഷേ ഇത് നമ്മൾ ഫേസിലോട്ട് ഇടുമ്പോൾ എൻ്റെ ഫേസ് കുറച്ച് ഡാർക്ക് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആൻഡ് ദി ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇസ് മാപ്പിൾ ലീഫിൻ്റെ കളർ എസൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ്. ഞാൻ അങ്ങനെ ഈ ബ്രാൻഡ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് കണ്ട് എനിക്ക് പൊതുവെ ഈ ബ്രിക്ക് ടെറാക്കോട്ട ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിയൊരു ഷെയ്ഡാണ് ഇത്. ഞാൻ ഇനി ഇവിടെ വരയ്ക്കും ഗൈസ്, ഇവിടെ വരച്ച് കാണിക്കും. അതെ, ഇത് കണ്ടു. പക്ഷെ ഇത് ഇടുമ്പോൾ കുറച്ചൊരു ആദ്യം നമുക്ക് എന്തോ പോലെ തോന്നും, ബിക്കോസ് ഒരു വെള്ളമയം പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ലൊരു ഷെയ്ഡാണ്, കുറച്ച് ബ്രൈറ്റപ്പ് ആക്കുന്ന ഒരു ഷെയ്ഡാണ്. സോ ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ്. ഇത് ചിലപ്പോൾ വീക്ക്ലി ഒക്കെ അല്ലെ മന്ത്ലി ഇനിയും കൂടും. നല്ല ലിപ്സ്റ്റിക്സ് ആണെങ്കിൽ ഞാൻ റിവ്യൂസ് പറയുന്നതായിരിക്കും. പിന്നെ ഇത് കണ്ടോ, ബ്രഷ് ഉണ്ട് എൻ്റെ കയ്യിൽ. ലിപ്സ്റ്റിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ബ്രഷ്. ബാക്കിൽ ഐബ്രോ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സാധനം. ഇതൊരു കുഞ്ഞു ബ്രഷാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പണ്ടെങ്ങാണ്ട് തന്നൊരു സാധനം. അപ്പം ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്, ഓറൽസ് എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കാണെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യാം. എനിക്ക് എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഞാനിത് കുറച്ച് ഷോപ്പിൽ പോയി വാങ്ങിയിട്ടുണ്ട്, കുറച്ച് ഓൺലൈൻ വാങ്ങിയിട്ടുണ്ട്, കുറച്ച് എന്താ പറയുന്നത് ഗിഫ്റ്റ് ചെയ്തതാണ് കുറച്ച് പേര്. അപ്പോൾ എനിക്ക് എല്ലാത്തിൻ്റെയും ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇഫ് യു നീഡ് എനി ഓഫ് ദ പ്രോഡക്റ്റ് ലിങ്ക് യു ക്യാൻ കമൻറ്റ് ആൻഡ് ഐ വിൽ ബി റിപ്ലൈങ്. So that's all. So bye bye till the next video. Bye.